എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിടാമുയർച്ചി, കപ്പ്, ബാന്ദ്ര, നടിഗർ, ബാഡ് ബോയ്സ്, ഹലോ മമ്മി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പുലിയാട്ടം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമ ഫെബ്രുവരി 25-ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യും. അതായത് ഇന്ന് സിനിമ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. സിനിമ പെട്ടെന്ന് വാഷൗട്ടായി. മമ്മൂട്ടിയാണ് ഡൊമിനിക്കിലെ നായകൻ. അതുപോലെ ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ 4K പ്രിന്റ് നേരത്തെ ലീക്കായിട്ടുണ്ടായിരുന്നു. അജിത്താണ് വിടാമുയർച്ചയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് വിടാമുയർച്ചി. ഇപ്പോഴിതാ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 3-ന് നെറ്റ്ഫ്ലിക്സിലാണ് വിടാമുയർച്ചിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ബേസിൽ, നമിത, അനിക തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോഴിതാ കപ്പ് സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സൈനാപ്ലേയിൽ കപ്പ് സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് കാത്തിരുന്ന് ആരാധകർക്കും അടുത്തു. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 2 മാസമായി. ഇതുവരെ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ റിലീസ് വെക്കുന്നില്ല. കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോഴതൊടുവിൽ ബാന്ദ്ര റിലീസിനെത്തുകയാണ്. ഫെബ്രുവരി 28-ന് ബാന്ദ്ര സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് നടിഗർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടിഗർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ റിലീസായിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടിഗർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ നടിഗർ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് ബാഡ് ബോയ്സ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒമർ ലു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് ആദ്യ വീക്കിലായിരിക്കും ബാഡ് ബോയ്സ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഐറിൻ അറേബ്യ. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ധ്യാൻ, മുകേഷ്, ഉർവശി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ മാർച്ച് ഫസ്റ്റ് വീക്കിൽ സൈനാപ്ലേയിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോനാണ് സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചതായിരുന്നു. നല്ല കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചു. പക്ഷേ OTT മാത്രം ഇറങ്ങുന്നില്ല. ഇപ്പോഴതൊടുവിൽ ആമസോൺ പ്രൈം ഹലോ മമ്മിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് ഫസ്റ്റ് വീക്കിലായിരിക്കും ഹലോ മമ്മിയുടെ OTT റിലീസ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ കാണാത്തവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. കുറേ നാളായി സിനിമ OTTയിൽ വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവർ റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈമാണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. അത്രയ്ക്ക് മികച്ചൊരു ത്രില്ലറാണ് ഹണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഹണ്ട് സിനിമ വരികയാണ്. ഫെബ്രുവരി 28-ന് ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. 2025-ലെ ആദ്യത്തെ ഹിറ്റ് സിനിമയായിരുന്നു രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ തീയതി നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു ദിവസം മുന്നേ രേഖാചിത്രം OTT റിലീസിന് എത്തുകയാണ്. മാർച്ച് 6 വൈകിട്ട് 5:30-ന് രേഖാചിത്രം റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒഫീഷ്യൽ ഡേറ്റ്
മാർച്ച് 7-നാണ്. അതിനു മുൻപ് തന്നെ രേഖാചിത്രം റിലീസായേക്കും. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് രേഖാചിത്രത്തിന് ലഭിച്ചത്. അതുപോലത്തെ ഒരു ത്രില്ലറാണ് രേഖാചിത്രം. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.